بسم الله الرحمن الرحيم അസുലഭ സുന്ദരമായ മനോഹരമായ മുഹൂർത്തം ഒരു 10 ദിവസം നമുക്ക് ഇതാ അല്ലാഹു സമ്മാനിച്ചു തന്നിരിക്കുകയാണ്. ഗ്രഹീതമായ പുണ്യരാവുകളെ അല്ലാഹുവിന്റെ ഔദാര്യമായി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് സദസ്സിലുള്ള വിശ്വാസികളുടെ നെഞ്ചിന്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കേണ്ട ഒരു മനോഹരമായ പ്രകീർത്തനത്തിന്റെ അർശില്ലാരൂഢനായ പടച്ച തമ്പുരാനെ പ്രകീർത്തിക്കുന്നതിന്റെ വചനമായി നമ്മുടെ നാവിലേക്ക് തുളുമ്പേണ്ട മന്ത്രം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും അതുകൊണ്ട് പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഇങ്ങനെയുള്ള സുന്ദരമായ ദിവസങ്ങളിൽ അതിനെ ഹംദ് ചെയ്യുമ്പോൾ വീണ്ടും നിഅമത്തിന് വേണ്ടി നമ്മൾ അല്ലാഹു തിരഞ്ഞെടുക്കുകയാണ്. ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ഞാൻ ചെയ്ത നിഅമത്തിന് നന്ദി പ്രകാശിപ്പിച്ചാൽ നിങ്ങൾ ഞാൻ അടുത്ത നിഅമത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഹംദ് പറഞ്ഞാൽ പിന്നെ ഉള്ള നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെ അല്ലാഹു സെലക്ട് ചെയ്യും, അല്ലാഹു തിരഞ്ഞെടുക്കും. എല്ലാവർക്കും ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. നല്ല ദിവസങ്ങൾ വരുന്നു, ഇബാദത്ത് ചെയ്യാൻ ഒരു തൗഫീഖാണ്. മഹാനായ സയ്യിദനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. ഖുർആനിൽ ഒരു ഭാഗത്ത് അങ്ങനെ പറയുമ്പോൾ അതേ അർത്ഥ സാരങ്ങൾ ഉൾക്കൊള്ളുന്ന അതേ ആശയങ്ങളുള്ള ഒരു പ്രാർത്ഥന, ഇതേ പ്രാർത്ഥന മറ്റൊരു ഭാഗത്തും അല്ലാഹു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, മഹാന്മാരായ പ്രവാചകന്മാരുടെ മനസ്സിന്റെ വിശാലമായ ലോകത്ത് അവർ ചിന്തിക്കുന്നത് എന്തെല്ലാം ആരോഗ്യമുണ്ടായാലും എന്തെല്ലാം സുഹൃത്തുക്കൾക്ക് വേണ്ടി സമയങ്ങൾ അനുകൂലമായാലും അത് നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ അർശില്ലാരൂഢനായ പടച്ച തമ്പുരാന്റെ കുദറത്ത് വേണം, അവന്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് അല്ലാഹുവിനോട് അർത്ഥിക്കുകയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു ഖുർആനിൽ കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം പഠിക്കാൻ വേണ്ടിയാണ്. നമുക്കത് വലിയ പാഠമുണ്ട്. എന്താണ് പ്രാർത്ഥനയുടെ സാരം? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. നാഥ, എനിക്കും എന്റെ വന്യരായ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പ്രകാശിപ്പിക്കാൻ, നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് നീ അവസരങ്ങൾ സൃഷ്ടിച്ചു തരണമേ അല്ലാഹ്. മാത്രമല്ല നിന്നെ പ്രീതിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, പിശാചിന്റെ വൈര്യമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, നിന്നെയും നിന്റെ അമ്പിയാക്കന്മാരെയും സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ചെയ്യാൻ എന്നെ നീ തിരഞ്ഞെടുക്കണമേ അല്ലാഹ്. മാത്രം പോരാ, നിന്റെ അത്യത്ഭുതകരമായ അനുഗ്രഹം കൊണ്ട് നിന്റെ സുഹൃതികളായ സജ്ജനങ്ങളായ അമ്പിയാക്കളെ പോലെ, സുഫീഖീങ്ങളെ പോലെ, ശുഹദാക്കളെ പോലെ, സാലിഹീങ്ങളെ പോലെ, ആദം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചക ശൃംഖലയിലൂടെ ആ പ്രവാചകന്മാരുടെ അവരുടെ അനുയായികളുടെ ആ വിശുദ്ധമായ പട്ടികയിൽ എന്നെ നീ നിന്റെ അനുഗ്രഹം കൊണ്ടുകൊണ്ട് ചേർത്ത് തരണമേ എന്ന് വിശ്വാസിയുടെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മർമ്മമാണ്. അതുകൊണ്ട് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ വീണ്ടും അനുഗ്രഹത്തിന് വേണ്ടി അല്ലാഹു നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഏറ്റവും മർമ്മപ്രധാനം അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. സർവ്വമാന സമയങ്ങളിലും അൽഹംദുലില്ലാഹ്. നാളെ മഹ്ശറ മൈതാനിയിൽ
പോയിട്ടുണ്ട്. അവർ എന്തിനും അൽഹംദുലില്ലാ, തലവേദന പറഞ്ഞാൽ അൽഹംദുലില്ലാ, വീടില്ലെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, എന്തിനും അൽഹംദുലില്ലാ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ദിനരാത്രങ്ങളെ നമുക്ക് സമ്മാനമായി നൽകിയ അല്ലാഹുവിന് അൽഹംദുലില്ലാ. എങ്കിൽ പിന്നെ ഉണ്ടാകുന്നത് ഈ ദിവസങ്ങളിൽ നന്മ കൊണ്ട് മുന്നേറി അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയ തൗഫീഖ് കൊണ്ട് അല്ലാഹു നമ്മെ തെരഞ്ഞെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമായ ദിനരാത്രങ്ങളാണ്. പുണ്യ നബിയുടെ തിരുവചനമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പവിത്ര വിശുദ്ധമായ ദിനരാത്രങ്ങൾ ഏതെന്നറിയുമോ? ആ ദിവസങ്ങളിൽ അമൽ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് 10 ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂര്യാസ്തമയത്തോടുകൂടെ ആ ദിവസം നമ്മളിലേക്ക് കയറി വരികയാണ്. നല്ല രൂപത്തിൽ വരവേൽക്കാൻ ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പുണ്യനബി പറഞ്ഞു, അവിടെ നിങ്ങൾ ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ട വചനം രാഷ്ട്രീയമല്ല, കുടുംബപരമായ കാര്യങ്ങളല്ല, നിങ്ങളുടെ ആയോധന മേഖലയിൽ എങ്ങനെ മികവുണ്ടാക്കും എന്നതിനെ കുറിച്ചല്ല. നിങ്ങളെ ചുണ്ട് സദാസമയവും മന്ത്രിക്കട്ടെ. നിങ്ങൾ വർദ്ധിപ്പിക്കുമോ? നിങ്ങൾ വർദ്ധിപ്പിക്കുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം നിങ്ങൾ വർദ്ധിപ്പിക്കണം. വേറെ ഒരു ഹദീസിൽ പ്രബറാനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ വചനം മലക്കുകൾക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുക്കപ്പെട്ട വചനം. അല്ലാഹുവിന്റെ നാളത്തെ ത്രാസിൽ ഏറെ കനം തൂങ്ങുന്ന വചനം. അർശിൽ ആരൂഢനായ പടച്ച തമ്പുരാനെ ഏറെ പ്രീതിപ്പെടുത്തുന്ന തിരുവചനം. വിശ്വാസികൾക്ക് അല്ലാഹു സമ്മാനമായി നൽകിയ വചനം. അതുകൊണ്ട് ഈ 10 ദിവസങ്ങളിൽ ഈ വചനമൊന്ന് ഉരുവിടണേ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ നമ്മുടെ നബിയോ നിങ്ങൾക്ക് ഒരു നബി വന്നിരിക്കുന്നു കേട്ടോ. ആ നബിയുടെ പ്രത്യേകത, നിങ്ങൾ വിഷമിക്കുന്നത്, നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ സങ്കുചിതത്വം അനുഭവിക്കുന്നത്, കുടുംബത്തിലെ പ്രശ്നം, അതേ നാട്ടിലെ പ്രശ്നം, അരാജകത്വം, അസമാധാനം നിങ്ങൾക്ക് വരുന്നത്, പരലോകത്ത് നിങ്ങൾക്ക് തിന്മ വരുന്നത് ഒരിക്കലും ആ നബിക്ക് സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല ഹരീസുൻ അലൈക്കും, നിങ്ങളോട് നന്മയുണ്ടാവണം കാര്യത്തിൽ ഏറെ അത്യാഗ്രഹിയാണ് ആ നബി. നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ എന്ന അത്യാഗ്രഹി. മാത്രമല്ല മുഅ്മിനീങ്ങളോട് ഏറ്റവും കൃപയുള്ള നബി ആ നബിയാണ്. നമ്മളോട് ഈ ദിവസങ്ങളെ മാനിച്ചു ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുകൊണ്ട് വിശ്വാസികളെ ദിവസങ്ങൾ മനോഹരം. പുണ്യ നബി ഈ ദിവസങ്ങളെ വിശേഷിപ്പിച്ചത് 1 മുതൽ 9 കൂടിയ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതിനോ വലിയ പ്രതിഫലമാണ്. ഈ ദുൽഹിജ്ജ 1 മുതൽ 9 കൂടിയുള്ള ദിവസങ്ങളിലെ ഓരോ ദിവസത്തിന്റെയും നോമ്പിനുള്ള കൂലി ഒരു വർഷത്തെ നോമ്പിന്റെ കൂലിയാണ് അല്ലാഹു ഒരൊറ്റ നോമ്പിന് കൊടുക്കുന്നത് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഈ ദിവസങ്ങളിൽ ഒന്ന് രാത്രി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുമോ? ഒന്ന് തഹജ്ജുദ് നമസ്കരിക്കുമോ? ഒന്ന് നേരത്തെ എഴുന്നേൽക്കുമോ? എത്രമേൽ മെഗാഓഫറുകൾ നൽകിയിട്ട് അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത്, അല്ലാഹുമായിട്ടുള്ള സംഭാഷണം, അതുവല്ലാതൊരു സുഖമാണ്. ഒന്ന് എഴുന്നേൽക്കുമോ? നേരത്തെ ഉറങ്ങുമോ? ഒരു 3 മണിക്കെങ്കിലും ഒന്ന് എഴുന്നേൽക്കുമോ? ശരീരത്തിൽ ഒരു 2 പാട്ട് വെള്ളമൊഴിക്കുമോ? ഒന്ന് കുളിച്ച് വൃത്തിയാകുമോ? ശരീരം വിശുദ്ധം, മനസ്സതിലേറെ വിശുദ്ധം. ബ്ലാങ്കായ മനസ്സ്, ഒരു ചിന്തയില്ല, മറ്റൊരു ശബ്ദങ്ങളുമില്ല. അതേ ചെവിയുടെ ശബ്ദം ഒഴുകുന്നില്ല, ഒരു ശബ്ദകോലാഹലങ്ങളുമില്ല. വിശാലമായ ആകാശം പോലെ പരന്നു കിടക്കുന്ന ഹൃദയ ഭൂമികയിൽ നിന്ന് വരുന്ന സ്രോതങ്ങൾ ആ മഹത്തായ അല്ലാഹുവിനെ വിശേഷിപ്പിക്കുമ്പോ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ വല്ലാത്ത കോൺസെൻട്രേഷൻ
ദിവസങ്ങളിൽ രാത്രിയിൽ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സംഭാഷണത്തിന്റെ വിശുദ്ധമായ മേറാജിന്റെ സമ്മാനമായി പുണ്യനബിക്ക് അല്ലാഹു ഉമ്മത്തിന് സമ്മാനിച്ചു കൊടുത്ത നമസ്കാരം, ആ നമസ്കാരം അന്നങ്ങാനും ഒരു വിശ്വാസി നിർവഹിക്കുന്ന വഴി അവന് അല്ലാഹു കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിനൽ ഫിർഹർ. 1000 മാസങ്ങളിൽ അതേ പകൽ മുഴുവനും നോമ്പ് ആരാധന യുദ്ധഭൂമിയിലേക്ക് എടുത്തു ചാടണമെങ്കിൽ അങ്ങനെ എല്ലാവിധ നന്മകളും ചെയ്തുകൊണ്ട് മുന്നേറിയാൽ കിട്ടുന്ന 1000 മാസങ്ങളെക്കാൾ പവിത്ര പരിശുദ്ധമെന്ന ഖുർആൻ വിശുദ്ധ റമദാനിൽ ലൈലത്തുൽ ഖദ്റിനെ വിശേഷിപ്പിച്ചെങ്കിൽ അതേ പ്രതിഫലം ഈ ഒരു രാത്രി കൊണ്ടേറുന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ ദുൽഖർനൈനിയുടെ സമുദായത്തെ പോലെ നിങ്ങളാവരുത്. ദുൽഖർനൈനിയുടെ പട്ടാളമായിട്ട് അദ്ദേഹം പോവുകയാണ്. പോകുന്ന വഴി ഒരു വലിയ ഗുഹയിലേക്ക് കയറിയപ്പോ കാലിന്റെ അടിഭാഗത്ത് ഇങ്ങനെ മിനുസമുള്ള കല്ലുകളിൽ കാലിങ്ങനെ സ്പർശിക്കുന്ന പോലെ തോന്നിയപ്പോ അവരോട് ദുൽഖർനൈനി പറഞ്ഞു, പരമാവധി മിനുസമുള്ള കല്ലുകൾ നിങ്ങൾ ശേഖരിക്കണം. പലരും ശേഖരിച്ചു. ചില ആളുകൾ വിചാരിച്ചു എന്തിനിങ്ങനെ കല്ലെടുക്കണം എന്ന് വിചാരിച്ചു. സുബഹിയുടെ പ്രഭാതവേരി മുഴങ്ങുന്നതിന്റെ മുമ്പ് അവരാ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോയി ഏറെ സഞ്ചരിച്ചപ്പോ പ്രഭാതം ഇങ്ങനെ പൊട്ടിവിടുന്നപ്പോ പ്രകാശം ഇങ്ങനെ അവരുടെ കയ്യിലെ ചാക്കിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ കല്ലുകൾ വൈഡൂര്യങ്ങളായിരുന്നു, രത്നങ്ങളായിരുന്നു. എടുത്തവർ വിചാരിച്ചു കുറച്ചുകൂടെ എടുക്കാമായിരുന്നു. എടുക്കാത്തവർ വിചാരിച്ചു നഷ്ടമേ. ഒരു മനുഷ്യൻ ഒരു കഥ പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ ഒരു രാത്രി ഇങ്ങനെ കടലിന്റെ അലയോലകളെ അതിന്റെ ശബ്ദബീജികളെ ഇങ്ങനെ കേട്ടുകൊണ്ട് അങ്ങനെ കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഏതോ ഒരു മനുഷ്യൻ ഇരുട്ടത്ത് വന്നുകൊണ്ട് ഒരു ചാക്ക് കയ്യിലേപ്പിച്ചിട്ട് വലിയ ഭാരമുണ്ടായിരുന്നു. അയാൾ ഒന്നും ഇണ്ടാതെ തിരിച്ചുപോയി. അപ്പോ അദ്ദേഹം ഇങ്ങനെ ആ ചാക്കിലേക്ക് തപ്പി നോക്കുമ്പോൾ മിനുസമുള്ള കല്ലുകളാണ്. ആ കല്ല് ഓരോ കല്ലത്തിന് ഞാൻ സൂക്ഷിക്കണമെന്ന് വിചാരിച്ചു. അദ്ദേഹം ആ കല്ലെടുത്ത് ഓരോന്ന് അങ്ങനെ ആ വിശാലമായ സമുദ്രത്തിന്റെ പരപ്പിലേക്ക് എറിഞ്ഞപ്പോ വെള്ളത്തിൽ കല്ല് വീഴുമ്പോഴുണ്ടാകുന്ന ഒരു ശബ്ദ മനോഹാരിതന്റെ ചെവിയിൽ പതിച്ചപ്പോൾ അത് കേൾക്കാൻ കൊതിച്ചുകൊണ്ട് അടുത്ത കല്ലെടുത്തു. അങ്ങനെ നേരം പുലരുന്നത് വരെ കല്ലുകൾ ഓരോന്നും എറിഞ്ഞുകൊണ്ട് ശബ്ദത്തെ അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചു. അവസാനം നേരം പുലർന്നപ്പോ ചാക്കിലൊരൊറ്റ കല്ലാണുള്ളത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വൈഡൂര്യമായിരുന്നു. അത് പ്രകാശിക്കുന്ന രത്നമായിരുന്നു. ആ ഒരൊറ്റ വൈഡൂര്യത്തെ നോക്കിക്കൊണ്ട് ഇന്നലെ രാത്രി ഞാൻ സമുദ്രത്തിന്റെ പരപ്പിലേക്ക് വലിച്ചെറിഞ്ഞ വൈഡൂര്യങ്ങളെ ഓർത്തുകൊണ്ട് കരയാനല്ലാതെ അദ്ദേഹത്തിന് മറ്റു നിർവാഹമില്ല എന്നതുപോലെ ആവരുത്. സുവർണാവസരങ്ങൾ നമുക്ക് അല്ലാഹുവിന്റെ ഔദാര്യമായി നൽകുന്നതാണ്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരിട്ട് സംസാരിക്കുന്നില്ല, ഉലമായി രേഖപ്പെടുത്തുകയാണ്. ഈ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ചാൽ 10 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ ആദരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്ന് ഞാൻ ഓടിച്ചിട്ട് പോവുകയാണ്. ബറക്കത്ത് ജീവിതത്തിൽ ബറക്കത്ത് കൈവരുകയാണ്. സമൃദ്ധി അല്ലാഹു ഔദാര്യമായി നൽകുകയാണ്. കുടുംബത്തിൽ ഭദ്രതയും സമാധാനവും സന്തോഷവും അല്ലാഹു കൊടുക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിച്ചപ്പോ വന്നുപോയ അബദ്ധങ്ങൾ മുഴുവനും അല്ലാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. തന്റെ നന്മകൾ അതായി ഇരട്ടിപ്പിക്കുകയാണ്. മരണവേളായുടെ വേദന ഇല്ലാതെ മരണത്തിന്റെ വേദന ലഘൂകരിച്ചു കൊടുക്കും. ഈ ദിവസം അല്ലാഹു ആദരിച്ച സമുദായത്തിന് തന്നതാണ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിച്ചാൽ അതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. ഖബറിന്റെ ഇരുളിന്റെ ചുരുളിൽ കിടക്കുമ്പോ ഏറ്റവും വലിയ പ്രകാശം ഖബറിൽ അല്ലാഹു കൊടുക്കുമത്രേ. നാളെ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ കനം അല്ലാഹു കൊടുക്കുമത്രേ. അതുപോലെ ജീവിത പരാജയങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു കൊടുക്കുമത്രേ. അവന്റെ സകലമായ നന്മകളും വർദ്ധിപ്പിച്ച അല്ലാഹു ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ
പവിത്രമായ 10 കാര്യങ്ങളെ കൊണ്ട് ഈ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ചാൽ, അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചാൽ, അള്ളാഹു ആദരിച്ച മഹാന്മാരായ പ്രവാചകന്മാർ ആദരിച്ച സലഫുസ് സാലിഹീങ്ങൾ മാനിച്ച ഈ ദിവസങ്ങളെ മാനിച്ചാൽ വലിയ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, എങ്ങാനും ഈ ദിവസങ്ങളിൽ അബദ്ധം വന്നാൽ, മൊബൈലിൽ കളിച്ചാൽ, കണ്ടാൽ, ഇങ്ങനെ തോന്നിവാസങ്ങൾക്ക് വേണ്ടി സമയവും സന്ദർഭവും കണ്ണും അങ്ങനെ ഉപയോഗപ്പെടുത്തി നെഞ്ചിന്റെ കൂട്ടിൽ സൂക്ഷിക്കപ്പെട്ട ഈമാനിനെ പറിച്ചു നടാൻ, അവിടെ ഇരുട് പകരാൻ, പിശാചിനെ അവിടെ സ്ഥാപിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ ഏറ്റവും വലിയ ശിക്ഷയും അല്ലാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന സന്ദർഭമാണ്. അല്ലാഹു അത്യുമാറാവട്ടെ. നന്മകളിൽ മത്സരിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്മകളിൽ മത്സരിക്കുക, അതിന്റെ സന്ദർഭമാണ്. വാചകന്മാരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നഹും യസാരിഊന ഫിൽ ഖൈറാത്ത്, അവരെ നന്മകളിൽ മത്സരിക്കുന്നവരാണ്. വയദുഊനനാ റഗബാ, പ്രതീക്ഷയോടെ ഭീതിയോടെ റബ്ബിന്റെ മുമ്പിലേക്ക് അവർ പ്രാർത്ഥിക്കുന്നവരാണ്. വകാനൂ ലനാ ഖാശിഈൻ, അവർ വളരെ താഴ്മയുള്ളവരാണ്. അത് പ്രവാചകന്മാരുടെ കഥ, സഹാബത്തിന്റെയും കഥ അത് തന്നെ, സാലിഹീങ്ങളുടെയും കഥ അത് തന്നെ. സിദ്ദീഖുൽ അക്ബറിനെ സ്മരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ ഏറ്റവും വലിയ മഹാനാണ്, നന്മകളിൽ മത്സരിക്കുന്നയാളാണ്. ഒരിക്കൽ പുണ്യനബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. സദഖ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, ഞങ്ങളോട് സദഖ ചെയ്യാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടപ്പോൾ എന്റെ കയ്യിൽ ഏറെ ധനമുള്ള സന്ദർഭമായിരുന്നു അത്. സിദ്ദീഖിനെ തോൽപ്പിക്കാൻ ഒന്നാം തരം ഒരു സന്ദർഭമാണ്. എല്ലാ സമയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും മുന്നോടുന്ന സിദ്ദീഖാണ്. അതുകൊണ്ട് ഈ നിമിഷം ഈ പ്രാവശ്യം എനിക്ക് സിദ്ദീഖിനെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ സമ്പത്തിന്റെ പകുതി എടുത്തുകൊണ്ട് പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റിസാലത്തിന്റെ കയ്യിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങോട്ട് നീട്ടിക്കൊടുത്തപ്പോൾ ആ സിദ്ദീഖ് ഉമറിന്റെ കയ്യിലുള്ള കീഴ് പിന്നെ ബഹുമാനപ്പെട്ട നബിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ നബി ചോദിച്ചത്രേ, ഉമറേ ഉമറേ നിന്റെ കുടുംബത്തിന് നീ എന്ത് ബാക്കി വെച്ചു എന്ന്. അപ്പോൾ പുണ്യ നബിയോട് ഉമർ പ്രതികരിച്ചു, നബിയെ പകുതി ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നു, പകുതി ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നു. പിന്നെ നേരെ സിദ്ദീഖിന്റെ ഊഴമാണ്. തന്റെ കയ്യിലുള്ള ധനം 4000 ദിർഹമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് സിദ്ദീഖ്. നബിയുടെ കയ്യിൽ ലഭിച്ചപ്പോ നബി ചോദിച്ചു, അബൂബക്കറെ നിന്റെ കുടുംബത്തിന്റെ നീ എന്ത് ബാക്കി വെച്ചു എന്ന തിരുനബിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പ്രതികരിക്കുന്ന സിദ്ദീഖ് പ്രതികരിച്ചത്, നബിയെ അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ ബാക്കി വെച്ചിരിക്കുന്നു. എന്റെ കുടുംബത്തിലെ സകല നാണയ തുണ്ടുകളും ഞാൻ പെറുക്കിയെടുത്ത് അങ്ങയുടെ നിസാരത്തിന്റെ കയ്യിലേക്ക് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. ഈ സംഭവത്തെ മനോഹരമായ അതിങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്രയും ആയപ്പോഴേക്ക് സിദ്ദീഖിന്റെ ഊഴമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഖ്ബാൽ ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ പേര് ചലിപ്പിച്ചത് റഫീഖേ നബൂവത്ത്, പ്രവാചകത്വത്തിന്റെ കൂട്ടുകാരൻ അദ്ദേഹം വരിക. അങ്ങനെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് വന്നു. സ്നേഹം കൊണ്ട് അസ്ഥിവാരം ഇടപെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. സിദ്ദീഖ് വന്നുകൊണ്ട് നബിയെ ഏൽപ്പിക്കുകയാണ്. ഉമർ ഖത്താബ് പറയാണ്, സകലം കൊണ്ടുവന്നു നബിയുടെ കൈ കൊടുത്തു. എന്ത് ബാക്കി വെച്ച് സിദ്ദീഖ് എന്ന ചോദ്യത്തിന്റെ പ്രതികരണമായി സിദ്ദീഖ് മൊഴിഞ്ഞു, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അവർക്ക് ബാക്കി വെച്ചു. അപ്പോ ഉമർ ഖത്താബ് പറയാണ്, ഞാൻ ആ സമയം അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കലും സിദ്ദീഖിനെ ഒരു കാര്യത്തിലും പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതാണ്
എന്താണ് സിദ്ദീഖുൽ അക്ബർ സഹാബത്തിന്റെ മുഴുവൻ രീതി ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാനുള്ള സന്ദർഭമാണ്. നോമ്പ് പിടിക്കാൻ കഴിയും, അതുപോലെ ഉദഹിയം തറക്കാൻ കഴിയും, നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹനെ മാനിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഏറെ മഹനീയമായ കാര്യങ്ങളാണ്, അള്ളാഹിന്റെ വലിയ കൂലിയുള്ള കാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വലിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.